1-ാം തീയതി വെള്ളിയാഴ്ചത്തെ ആരാധനയിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അടുത്ത വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സാക്ഷി എഴുതിക്കൊള്ളാം. അത്ഭുതകരമായി പിറ്റേ വെള്ളിയാഴ്ചക്കകത്ത് തന്നെ മകന് ജോലി കിട്ടി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മോന് 10ാം ക്ലാസ്സിൽ പഠിക്കുവാൻ പുറകോട്ടായിരുന്നു. ജയിക്കുമെന്ന് പോലും ഒരു പ്രതീക്ഷയിലായിരുന്നു. എങ്കിലും ഇവിടെ വന്ന് ആരാധന കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി ജയിക്കുകയും +1 നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കുകയും സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നേഴ്സിംഗ് ഫസ്റ്റ് ഇയറിൽ എക്സാം പാസ്സാവുകയും എൻ്റെ അച്ചാച്ചൻ്റെ ക്യാൻസർ രോഗം മാറുകയും ചെയ്തു എന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ ഒന്ന് വിളിക്കാമോ? ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. നന്ദി പറയാം. ഒരു അമ്മച്ചി സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. മോള് MBA പരീക്ഷയിൽ ഒരു പേപ്പർ നഷ്ടപ്പെട്ടു. അത് റീവാല്യൂഷൻ തിരിച്ചു കിട്ടുകയാണെങ്കിൽ സാക്ഷി എഴുതിയിട്ടോളം നിയമിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. അത് അങ്ങനെ സാധിച്ചു കിട്ടി. ഈ വർഷം 2 പേപ്പർ പോയി. അതിൽ ഒരു പേപ്പറെങ്കിലും കിട്ടിയാൽ സാക്ഷി എഴുതിയിട്ടോളാന്ന് നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു പേപ്പർ റീവാല്യൂഷൻ ജയിച്ചു. മറ്റേ പേപ്പർ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ പാസ്സായിട്ടിരിക്കുന്നതായിട്ട് കാണുക. ഒന്ന് കര ഉയർത്തി ഒന്നെങ്കിലും തരാവോ എന്ന് ചോദിച്ചപ്പോ 2 കൊടുക്കുന്ന തമ്പുരാനാ. കരമുയർത്തി ഒന്ന് വിളിച്ച് ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്. അഭിഷേകം ഒഴുകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺപാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺപാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. യേശുവേ നന്ദി. ഈ ഇടവകയിലുള്ള ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും BSc നഴ്സിംഗിന് പഠിക്കുന്ന പെൺകുട്ടി 4 വർഷമായിട്ടും ആദ്യത്തെ വർഷത്തെ പരീക്ഷ മുഴുവൻ പാസ്സാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ചകളിലെ പ്രാർത്ഥനകളിലെ അമ്മച്ച് കണ്ണുനീരൊഴുക്കി ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നലെ മകൾ വിളിച്ചു പറഞ്ഞു എല്ലാ വിഷയത്തിനും പാസ്സായെന്ന്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്ന തമ്പുരാൻ. ദൈവം നമ്മെ സന്ദർശിക്കുന്ന സമയം. ഇന്നത്തെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലെ കർത്താവിൻ്റെ ഇടപെടൽ. ചില ദിവസങ്ങളിലെ സാക്ഷ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ രോഗശാന്തിയാണ്. ഓരോ ആഴ്ചകളിലും തമ്പുരാൻ വ്യത്യസ്തമായിട്ട് ഇടപെടുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കേട്ടു വലിയ രോഗശാന്തികൾ സംഭവിച്ചു.
ഈ ആഴ്ചയിൽ പരീക്ഷയും ജോലി അങ്ങനെയുള്ള മേഖലയിൽ കർത്താവ് ഒത്തിരിയേറെ വിടുതൽ കൊടുക്കും. ഓരോ ആഴ്ചകളിലും തമ്പുരാൻ വ്യത്യസ്തമായ അനുഗ്രഹം കൊടുക്കുവാൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ ഉണ്ടെങ്കിൽ കിട്ടും. തുടർച്ചയായിട്ട് കടന്നു വരുമ്പോൾ തുടർച്ചയായിട്ട് ദൈവാനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കേണ്ട ഒന്ന് മാത്രം, തമ്പുരാനെ നീ എന്നെ അനുഗ്രഹിക്കുവാൻ സ്വർഗം വിട്ട് ഇറങ്ങി എൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നിൻ്റെ ആലയത്തിൽ നിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കുവാൻ എന്നോട് കരുണ കാണിക്കണേ. പലപ്പോഴും പലരും കാണിയില്ല, പ്രാർത്ഥിച്ച് എല്ലാം വെച്ചിട്ടങ്ങ് പോകും. കർത്താവ് അടുത്ത ദിവസം പ്രാർത്ഥനയിൽ ഈ മകളെ അല്ലെങ്കിൽ മകനെ സന്ദർശിക്കുവാൻ കടന്നു വരുമ്പോൾ ആ സ്ഥലത്ത് ഈ മകനോ ഈ മകളോ കാണത്തില്ല. അപ്പോൾ വേറെ എങ്ങാണ്ടുണ്ടെന്ന് കേട്ട് അവിടോട്ട് പോയിരിക്കുകയായിരിക്കും. അവിടെ പോയി കുറേ ദിവസം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ അങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് ചിന്തിക്കുമ്പോൾ വേറെ ആരെങ്കിലും പറയും അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ഒരിക്കലും ദൈവാനുഗ്രഹം അനുഭവിക്കുവാൻ പറ്റാത്ത ഒത്തിരിയേറെ വ്യക്തിത്വങ്ങൾ ഭൂമിയിലുണ്ട്. വിശ്വാസത്തിൻ്റെയും വിശ്വസ്തയുടെയും പൂർണ്ണതയില്ലാത്ത മക്കളാണ്. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ 9 പേരും യേശുവിൽ നിന്ന് അകന്നുപോയി, വചനത്തിൽ നിന്ന് അകന്നുപോയി. ഒരു വിജാതീയനായ മനുഷ്യൻ മാത്രം യേശുവിൻ്റെ പിന്നാലെ നടന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ്. 9 ക്രിസ്ത്യാനിയെയും കാണാനില്ല. ഒരു വിജാതീയനായ അക്രൈസ്തവനായ ഒരു രോഗി, കുഷ്ഠരോഗി ഈശോയുടെ പുറകെ നടക്കുക, നന്ദി 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 ദൈവമേ എന്ന് പറഞ്ഞു. അനുഗ്രഹം കിട്ടുന്നവരാരും നിൽക്കാറില്ല. ഇന്നത്തെ ഇതോട് കൂടി 55 ക്യാൻസർ രോഗികളെ ഈശോ സുഖപ്പെടുത്തിയതിനായിട്ട് സാക്ഷ്യം നൽകിയിട്ടുണ്ട്. അല്ലാത്തവർ വേറെ 10 പേർക്ക് സുഖം കൊടുത്തുമ്പോൾ ഒരാൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സൗഖ്യം പ്രാപിച്ച അനേകരുണ്ട്. എത്ര പേര് ഈ ആലയത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കാണുമെന്നറിയാവോ? ഒന്ന് ജീവൻ തന്നാൽ ഒരിക്കലും നിന്റെ ആലയം വിട്ടു പോകത്തില്ല, ഈ ശുശ്രൂഷ വിട്ടു പോകത്തില്ല എന്ന് വാഗ്ദാനം ചെയ്ത പലരും ഈ ആലയത്തിലില്ല. അവരെല്ലാം എന്തുപോയി? പഴയ പണിക്ക് പോയിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ ഇത്രയും കാലഘട്ടം കർത്താവിൻ്റെ ആലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ ദൈവത്തിൻ്റെ ഈ വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോലുന്നതനാരുള്ളൂ തന്റെ സ്നേഹമാരാൽ വർണ്ണിപ്പാനാവുമോ? യേശുവേ പോലുന്നതനാരുള്ളൂ തന്റെ സ്നേഹമാരാൽ വർണ്ണിപ്പാനാവുമോ? കൃപയൊഴുകിടും അളവില്ലാതെ ദയയേകിടും അവനധികം. കൃപയൊഴുകിടും അളവില്ലാതെ ദയയേകിടും അവനധികം. കാരണം ഉയർത്തിയെടുത്ത് പാടാം. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. ശക്തിയോടെ കരമടിച്ച് പാടി പ്രാർത്ഥിക്കുക. അഭിഷേകം ചെയ്യണേ. എല്ലാ രോഗികളുടെ മേലും കർത്താവിന്റെ ശക്തി വ്യാപരിക്കുക. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും കർത്താവിന്റെ കൃപ നിറയുക. എല്ലാ വ്യക്തിത്വങ്ങളുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം നിറയുക. കരങ്ങൾ ഉയർത്തി അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അഭിഷേകം നിറയട്ടെ, ദൈവിക ശക്തി നിറയട്ടെ. പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം കൊണ്ട് ഓരോ മക്കളും നിറയട്ടെ. അക്രൈസ്തവരായ മക്കളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ പാപബന്ധനങ്ങളും, എല്ലാ രോഗബന്ധങ്ങളും, എല്ലാ പൈശാചിക പീഡകളും, എല്ലാ വിവാഹത്തിനുള്ള തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തിയടിച്ച് ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
വിശ്വാസത്തോടെ വിളിക്കാമോ? സുഖപ്പെടുത്തുന്നതിനെ വിളിക്കാമോ? അഭിഷേകം ചെയ്യുന്നതിനെ വിളിക്കാമോ? അന്ധന് കാഴ്ച കൊടുത്തവനെ വിളിക്കാമോ? ചെകിടന് കേൾവി കൊടുത്തവനെ വിളിക്കാമോ? ഊമന് സംസാരശേഷി കൊടുത്തവനെ വിളിക്കാമോ? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവനെ വിളിക്കാമോ? മരിച്ചവരെ ഉയർപ്പിച്ചവനെ വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റവനെ വിളിക്കാമോ? പാപത്തെ ഏറ്റെടുത്തവനെ വിളിക്കാമോ? പാപമോചനം തരുന്നവനെ വിളിക്കാമോ? വിശുദ്ധീകരിക്കുന്നവനെ വിളിക്കാമോ? വിശുദ്ധനാക്കി മാറ്റുന്നവനെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? ആ വലിയ കാരുണ്യത്തിനായിട്ട് വിളിക്കാമോ? കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. കുരുടരും മൂടന്തരും സൗഖ്യമാകുന്നു, ബധിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു. കുരുടരും മൂടന്തരും സൗഖ്യമാകുന്നു, ബധിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു. കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു, രക്തസ്രാവക്കാരി ശക്തി തൊട്ടറിയുന്നു. കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു, രക്തസ്രാവക്കാരി ശക്തി തൊട്ടറിയുന്നു. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. അഭിഷേകം ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. അഭിഷേകം നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. കടലിന്മേൽ നടന്നവൻ സൃഷ്ടാവാം ദൈവം, കാറ്റിനെ അടക്കിടുന്ന സർവശക്തനും. കടലിന്മേൽ നടന്നവൻ സൃഷ്ടാവാം ദൈവം, കാറ്റിനെ അടക്കിടുന്ന സർവശക്തനും. ലാസറിനെ ഉയർപ്പിച്ച ജീവനാഥനും, പാപികൾക്കു രക്ഷയേകും പരിശുദ്ധനും. ലാസറിനെ ഉയർപ്പിച്ച ജീവനാഥനും, പാപികൾക്കു രക്ഷയേകും പരിശുദ്ധനും. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. അഭിഷേകത്തോടെ ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ. നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അഭിഷേകം ക്യാൻസർ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. ക്യാൻസർ രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നു.
യേശുനാമത്തില് ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം. യേശുനാമത്തില് അവിടുത്തെ നാമത്തിന്റെ ശക്തിയാല് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാല് ക്യാൻസർ രോഗികൾ ഈ സമൂഹത്തിലോ ഹോസ്പിറ്റലുകളിലോ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഓരോ പ്രാർത്ഥനയിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം കടന്നു ചെന്ന് അവരെ സുഖപ്പെടുത്തുന്നു. അഭിഷേകം നിറയുന്നു, ശക്തി നിറയുന്നു. ഈശോയെന്ന് വിളിച്ച് മാരക രോഗങ്ങൾ വിട്ടുമാറുന്നുണ്ട്. ഉദര സംബന്ധമായ രോഗങ്ങള്, യൂട്രസിലുള്ള രോഗങ്ങള്, മുഴ, അതുപോലെ അസ്വസ്ഥതകള് ഈശോ മാറ്റുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കാം. ഓവറിയിലുള്ള രോഗാവസ്ഥകള്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് ഈശോ ഏറ്റെടുക്കുന്നു. കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. ബ്രസ്റ്റിലുള്ള മുഴയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. ശരീരത്തിലുള്ള അലർജി രോഗത്തിൽ നിന്ന് 3 വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. അത്ഭുത ശക്തി വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിൽ നിന്ന്, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഈ ആലയത്തിലുള്ള മുഴുവൻ മക്കളും സൗഖ്യം പ്രാപിക്കുന്നു. 13 കുടുംബങ്ങളിൽ നിന്ന് മദ്യത്തിന്റെ ദുരാത്മാവ് വിട്ടുമാറുന്നു. കരമുയർത്തി യേശുവേന്ന് വിളിക്കുന്നു. 24 വ്യക്തികളിൽ നിന്ന് ജഡികമായ ആസക്തിയുടെ ദുരാത്മാവ് വിട്ടകന്നു പോകുന്നു. യേശു മഹത്വപ്പെടുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. പുകവലിയിൽ നിന്ന് ഒരു മകനെ കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. കുഞ്ഞിനെ അഭിഷേകം ചെയ്യുന്നു. പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയുക, ശക്തി നിറയുക, ദൈവ സാന്നിധ്യം നിറയുക. ഈശോയെ നന്ദി. ഈശോയെ വരണേ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക്. വിശ്വാസത്തിന് അടിയുറച്ചു നിൽക്കാത്ത ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളിലേക്കും ഈശോയെ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു ജീവിക്കുന്ന, യേശുവിൽ നിന്ന് അകന്നു ജീവിക്കുന്ന മക്കളുടെ മേൽ ഈശോയെ ഇപ്പോ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ വിളിക്കുന്ന ഈശോയെ എന്ന് വിളിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുന്നു. വേഗം വരണേ ഈശോയെ. വിശ്വാസമില്ലാത്ത മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോയെ ഇപ്പൊ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചേ. മദ്യത്തിന്, മയക്കുമരുന്നിന്, പുകവലിക്ക്, ജഡികാസക്തിക്ക്, തഴക്കദോഷത്തിന് അടിമകളായി ഞങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന മക്കളുടെ മേൽ ഇപ്പോൾ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. ജോലിയില്ലാത്ത 3 വ്യക്തികളെ ഈശോ ജോലി നൽകി അനുഗ്രഹിക്കുന്നു. സാറ എന്ന സഹോദരി ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെന്ന് വിളിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ജസ്റ്റിൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്ന ആത്മാ വെളിപ്പെടുത്തുന്നു. കരമുയർത്തി വിളിച്ച് ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കെട്ടഴിയട്ടെ, പാപത്തിന്റെ കെട്ടഴിയട്ടെ, പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, ശരീരത്തിൽ നിന്ന് അഴിയട്ടെ, ശരീരത്തിൽ വിട്ടകന്നു പോകട്ടെ, ജഡിക പ്രവണത അകന്നു പോകട്ടെ, തഴക്കദോഷം മാറട്ടെ, മാറട്ടെ. യേശു നാമത്തിൽ നീങ്ങിപ്പോട്ടെ. ഈശോയെ വേഗം വരണേ, എന്റെ ജീവിതത്തിലേക്ക് വരണേ. ഓരോ മക്കളും വിളിച്ചേ, എന്റെ ജീവിതത്തിലേക്ക് വരണേന്ന് വിളിച്ചേ. ശക്തി വ്യാപരിക്കട്ടെ, എന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരണേന്ന് പ്രാർത്ഥിച്ചേ. അബ്രാഹത്തെ ഓക്കുമരത്തിന്റെ ചുവട്ടിലോ സന്ദർശിച്ച അതേ ദൈവം ഇതാ നമ്മെ സന്ദർശിക്കുവാൻ അപ്പത്തിനുള്ളിലോ വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിലോ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവൻ സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? ഫിലിപ്പോസിന് വെളിപ്പെട്ടതുപോലെ യേശുവിനിൽ വെളിപ്പെടട്ടെ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വചനം വെളിപ്പെടട്ടെ, ഓരോ മക്കളിലും വചനം വെളിപ്പെടട്ടെ, വചനം ജീവിക്കട്ടെ, ഓരോ മക്കളിലും വചനം ജീവിക്കട്ടെ, ഓരോ മക്കളും വചനം അനുസരിച്ച് ജീവിക്കട്ടെ, കൽപ്പനകൾ പ്രമാണങ്ങൾ അനുസരിച്ച് ഓരോ മക്കളും ജീവിക്കട്ടെ. കരമുയർത്തി ഈശോയെന്ന് വിളിച്ചേ, യേശുവേന്ന് വിളിച്ചേ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ.
രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളുന്നേശു രാജാവാ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവാ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. അഭിഷേകം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. അഭിഷേകം ചെയ്തതിനോട് നന്ദി പറഞ്ഞേ മുട്ടുമേലായിരിക്കാം. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവസത്തിലേക്ക് സമർപ്പിക്കും. ദിവ്യകാരുടെ നാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും ഇവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവ്യകാരങ്ങളിലേക്ക് സമർപ്പിക്കും. വിദേശ രാജ്യങ്ങളിൽ ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ പുരോഹിതനോട് ചേർന്ന് ഒന്ന് വിളിക്കാം. യേശുവേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. എല്ലാ നിയോഗത്തിന്റെ മേലും ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം. വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഓർത്തൊന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം.
അവരുടെ എല്ലാ ജോലി തടസ്സങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. കടബാധയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. മാരകമായ രോഗങ്ങൾക്ക് അടിമകളായിരിക്കുന്ന മക്കളെ ഓർത്ത് ഒന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഓർത്ത് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന ദമ്പതികളെ ഓർത്ത് ഒന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. നൽകുമോരപ്പം നീ മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗ്ഗത്തിൽ നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ ധ്യാനത്തെ നമുക്ക് സമർപ്പിക്കാം. ഈ മാസം അവസാനം കുന്നന്താന സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ, ചങ്ങനാശ്ശേരി കുന്നന്താന സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനത്തെ അത് സംബന്ധിക്കുവാനായിട്ട് കടന്നു വരുന്ന ഓരോ മക്കളെ സമർപ്പിക്കാം. ധ്യാനത്തിലേക്ക് രജിസ്ട്രേഷൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം കൊടുക്കുക. അവരെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകമായി തീരും. കഴിഞ്ഞ ധ്യാനത്തിൽ ഒത്തിരിയേറെ മക്കൾക്ക് അനുഗ്രഹം കിട്ടി. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവസനത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പിതാപുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. നമ്മുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുക. ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കുക. ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്ന അത്ഭുത നിമിഷമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നാളിതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, ഈ ശുശ്രൂഷയ്ക്ക് നൽകിയ വലിയ അഭിവൃദ്ധിയെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ധ്യാനത്തിൽ നടക്കുന്ന വലിയ അത്ഭുതങ്ങളെ അടയാളങ്ങളെ ഓർത്ത് നന്ദി പറയാം. അനേക മക്കളുടെ മാനസാന്തരങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഒത്തിരി ദുശീലങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ വിട്ടുപോകുന്നുണ്ട്. കർത്താവിന്റെ വലിയ കാരുണ്യമാണ്. നന്ദി പറഞ്ഞൊന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച് കരങ്ങൾ ഉയർത്തി വിളിച്ച് ധ്യാന സെന്ററിനെ സമർപ്പിച്ച് വിളിച്ച് ഈ ശുശ്രൂഷ ഈ ദേവാലയത്തെ സമർപ്പിച്ച് വിളിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെ സമർപ്പിച്ച് വിളിച്ച് വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും വലിയ രോഗശാന്തിയും വലിയ മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
എന്നുമെന്നും നിനക്കാരാധന. ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിന് ബുക്ക് ചെയ്യാനുള്ളവർ കുറച്ച് സീറ്റ് കൂടെ ഉണ്ട്. എത്രയും വേഗം തന്നെ ബുക്ക് ചെയ്യുക. ഇരുവശങ്ങൾ ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ധ്യാനത്തെക്കുറിച്ചുള്ള നോട്ടീസ് താമസിച്ചുള്ള ധ്യാനത്തെക്കുറിച്ചുള്ള നോട്ടീസ് ഇരുവശങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വാങ്ങിച്ചുകൊണ്ട് ധ്യാനിക്കാൻ കടന്നു ആഗ്രഹിക്കുന്ന മക്കൾക്ക് ഈ നോട്ടീസ് എത്തിച്ചു കൊടുക്കുക.